ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങൾ അല്ലെങ്കിൽ ബഹിരാകാശ പഠനങ്ങളിലൊക്കെ തന്നെ വളരെ ഏറ്റവും നിർണായകമായൊരു ചുവടുവെപ്പാണിത്. ഇപ്പോൾ നാം കാണുന്നത് പോലെ അവിടെ വെൽക്കമിംഗ് പാർട്ടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവരെ ഓരോരുത്തരെയായിട്ട് ഉള്ളിലേക്ക് കയറ്റി ഇപ്പോൾ ശുഭാഷ് ശുക്ലയും അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അവിടെ നമുക്കറിയാം, അവിടെ പാനീയം കുടിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ എടുക്കുകയും ഒക്കെ ഉള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ISROയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ബഹിരാകാശ പര്യവേഷണ രംഗത്ത് ഏറ്റവും നിർണായകമായ മുഹൂർത്തമാണിത്. നിരവധിയായിട്ടുള്ള പരീക്ഷണങ്ങളാണ് അവിടെ നടത്തുക. ഇത് നമുക്കറിയാം, ഇതൊരു വാണിജ്യ പര്യവേഷണമാണ്. ആക്സിയം സ്പേസ് എന്ന് പറയുന്ന കമ്പനിയുടെ വാണിജ്യ ദൗത്യമാണെങ്കിൽ പോലും ഇതിൽ ഒരു ഇന്ത്യക്കാരൻ തെരഞ്ഞെടുക്കപ്പെടുന്നു. പോളണ്ട്, ഹംഗറി, US എന്നീ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശ കേന്ദ്രത്തിലെത്തുന്നു. പൂർണ്ണമായ ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശ യാത്ര നടത്തുന്നു. അതിനൊപ്പം തന്നെ ഹംഗറിയെയും പോളണ്ടിനെയും സംബന്ധിച്ചിടത്തോളം അതേ ചരിത്രം പ്രാധാന്യം ഈ യാത്രക്കുണ്ട്. കാരണം നേരത്തെ ഹംഗറിയും പോളണ്ടും ഒക്കെ തന്നെ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടു കൂടിയാണ് സോവിയറ്റ് മിഷനുകളിലായിരുന്നു ബഹിരാകാശത്തേക്ക് പോയതെങ്കിൽ ഇപ്പോൾ ആ രാജ്യങ്ങളും അവരുടേതായ നിലയിൽ ആളുകളെ അയച്ചിരിക്കുന്നു. ഇന്ത്യയെ പോലെ തന്നെ അവരുടേതായ നിലയിൽ ആളുകളെ അയച്ചിരിക്കുന്നു എന്നതാണ്. ഇതിന്റെ ഈ പേടകത്തിന്റെ കമാൻഡും, അതായത് ഈ മൊത്തം മിഷൻ നയിക്കുന്നത് പെഗി വിറ്റ്സൺ എന്ന് പറയുന്ന US ആസ്ട്രോനോട്ട് ആയിട്ടുള്ള 65-കാരിയാണ്. ഒരു സ്ത്രീയാണ് അത് എന്നതുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 65 വയസ്സുകാരിയായ ഒരു സ്ത്രീ ഒരു വലിയ ദൗത്യത്തിന്റെ നായിക എന്ന നിലയ്ക്കും ഈ മിഷൻ, ആക്സിയം 4 മിഷൻ ഓർക്കപ്പെടും.